വിജയേട്ടനെ ആരോ എവിടുന്നോ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ട് എക്കിള് വന്നെ. ആരും എവിടുന്ന് തന്നെ പുകഴ്ത്തി സംസാരിക്കുന്നില്ല. എന്റെ കൈയും കാലം വർക്കടാ സുഖം. ഇന്ന് വരെ ഒരു ഷൂട്ടിംഗ് പോലും കണ്ടിട്ടില്ലാത്ത ഞാനിത് എങ്ങനെ ഷൂട്ട് ചെയ്യും? ഷൂട്ടിംഗ് കണ്ടിട്ടാണ് എല്ലാവരും ഷൂട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു മനോധൈര്യമില്ല വിജയേട്ടാ. അതാണ് എനിക്കില്ലാത്തത്. ദേ, ഈ അവസാന നിമിഷം പതറിയാലുണ്ടല്ലോ, ആ സോപ്പ് കമ്പനി മുതലാളിയുടെ കൈയും കാലും പിടിച്ച ഞാനാ. അയാൾക്ക് സോപ്പിന്റെ പരസ്യം എടുക്കണമെന്ന് യാതൊരു ബുദ്ധിയില്ലായിരുന്നു. ഷൂട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ അത് ഡയറക്റ്റ് ചെയ്യാന്നിട്ട്? അപ്പൊ അതിന്റെ ഭവിഷ്യത്ത് ഞാൻ ഓർത്തില്ല. ഇനിയിപ്പോ അത് ഓർത്തിട്ട് ഒരു കാര്യമില്ല. അഭിനയിക്കുന്ന മോഡൽ നടി എത്തി, ക്യാമറാമാൻ എത്തി, എല്ലാ സന്നാഹമായി. അല്ല, ഞാനും ചോദിച്ചോട്ടെ, വിജയേട്ടൻ ഈ കാലം വരെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാം അറിയുന്ന പണികളാണോ? അറിയാത്ത പണി ഞാൻ എന്ത് ചെയ്തു? ഓർത്ത് നോക്ക്. മുമ്പൊരിക്കല് കയറ് പിരിക്കുന്ന കമ്പനി തുടങ്ങാൻ പോയത് ഓർമ്മയുണ്ടോ? ഉണ്ടല്ലോ. നമ്മുടെ നാട്ടുകാരെ അധിക വില കൊടുത്ത് ആലപ്പുഴ കയറ് വാങ്ങുന്നു. ഈ കയർ എന്തുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കിക്കൂടാ എന്ന് ഞാൻ ചിന്തിച്ചു. മാർക്കറ്റ് സ്റ്റഡി ചെയ്തു. സ്കേഴ്സിറ്റി ഓഫ് എ കമാഡിറ്റി ഓൾവേസ് ക്രിയേറ്റ്സ് ഡിമാൻഡ്. നീ എക്കണോമിക്സ് പഠിച്ചിട്ടില്ലല്ലോ. അല്ല, അത് നീ എക്കണോമിക്സ് പഠിച്ചോ ഇല്ലയോ? പഠിച്ചിട്ടില്ല. എന്നാ ഞാൻ പഠിച്ചതാ. എന്നിട്ട് എന്ത് സംഭവിച്ചു? നാട്ടിലുള്ള നാളികേരത്തിന്റെ തൊണ്ട് മുഴുവൻ കളക്ട് ചെയ്ത് കുളത്തിൽ കുതിർക്കാനിട്ടു. ഒടുവിലാ മനസ്സിലായത് കയറുപിരി അറിയാവുന്ന തൊഴിലാളികൾ നാട്ടിലില്ലെന്ന്. തൊണ്ട് മുഴുക്കെ കുളത്തിൽ കിടന്ന് ചീഞ്ഞു നാറി വിജയേട്ടൻ നാട്ടിലാകെ നാറി. അതെനിക്കൊരു പാഠമായിരുന്നു. എന്ത് പാഠം? പിന്നൊരിക്കൽ വേപ്പ് മരത്തിന്റെ കമ്പ് വെട്ടി തുണ്ടം തുണ്ടമാക്കി പ്ലാസ്റ്റിക് കവറിലാക്കി ഹെർബൽ ടൂത്ത് ബ്രഷ് അത് വിൽക്കാൻ നടന്നു. ഒടുക്കൊരു തണുപ്പ് കാലത്ത് ഈ വേപ്പിന്റെ ബ്രഷ് മുഴുവൻ കത്തിച്ച് തീ കാഞ്ഞു. വിജയേട്ടന് കുറച്ചറിയാവുന്ന പണി സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കല. അത് ചെയ്യാതെ ലീവ് എടുത്ത് നടക്കല്ലേ. ബാക്കി ലോകത്തുള്ള ഒരു പണി അറിയില്ല. അപ്പൊ പിന്നെ ഷൂട്ടിംഗ് ആയാലെന്ത്, തെങ്ങേറ്റായാലെന്ത്? നമുക്ക് സംസാരം ഇവിടെ വെച്ച് നിർത്താം. എനിക്കും താല്പര്യമില്ല സംസാരം തുടരാൻ. അയ്യോ, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഷൂട്ടിംഗ് പാർട്ടി എപ്പോഴേ വന്ന് കാണും. ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയേ, ആ തൊപ്പ് എടുത്ത് വെക്കേ. കാഴ്ചയിലെങ്കിലും കുറച്ച് വിവരമുള്ള ആളാന്ന് തോന്നട്ടെ. അല്ലെങ്കിലും അത്യാഗ്രഹികളായ പല സ്കൂൾ മാഷന്മാരും ഇതുപോലെ ലീവ് എടുത്ത് ആഡ് ഫിലിം പിടിക്കുക, ചിട്ടി നടത്തുക, അങ്ങനെയൊക്കെയാ. എന്നാലും ഇത് തീരെ വേണ്ടാത്ത പണിയായി പോയി. ഭയപ്പെടാതെ വിജയേട്ടാ, നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഷൂട്ട് ചെയ്യാൻ. ഈ സിനിമാ വാരികളൊക്കെ വായിച്ചിട്ടില്ലേ? ഡയറക്ടർ പറയും സ്റ്റാർട്ട്, ആക്ഷൻ, കട്ട്, അത്ര തന്നെ. ബാക്കി നോക്കാൻ ക്യാമറാമാൻ ഉണ്ടല്ലോ, അഭിനയിക്കാൻ നടിയുണ്ട്. നടി ആദ്യം എന്ത് ചെയ്യും? നടി കുന്തം വിഴുങ്ങും. പറഞ്ഞതൊക്കെ മറന്നോ? നടി കുളത്തിലേക്ക് ചാടുന്നു, മുങ്ങി നിവരുന്നു, അത് സ്ലോ മോഷൻ. ഓഹോ, ഈ നടിക്ക് സ്ലോ മോഷനിലൊക്കെ നീന്താൻ അറിയോ? നടി എന്തിനാ നീന്തുന്നേ? അതൊക്കെ ക്യാമറ ട്രിക്കല്ലേ. ആ ട്രിക്ക് എനിക്കറിയില്ലല്ലോ. എനിക്ക് സ്ലോ മോഷൻ വേണ്ട. നടി സാധാരണ മട്ടിൽ മുങ്ങി നിവരുന്നു, പടവിലേക്ക് ഇങ്ങനെ ഇങ്ങനെ കയറി വരുന്നു. അവിടെ സോപ്പ് പെട്ടിയിൽ വെച്ചിരിക്കുകയാണ് നമ്മുടെ പരിമള സോപ്പ്. ആ സോപ്പ് എടുത്ത് നടി അവളുടെ അർദ്ധനഗ്ന മേനിയിൽ തേക്കുന്നു. എന്നിട്ട് പറയുന്നു, എന്റെ മേനിയഴകന്റെ രഹസ്യം പരിമള സോപ്പ്. മനസ്സിലായോ? മനസ്സിലായോന്ന്? എന്തായാലും പെട്ടുപോയില്ലേ. ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാൻ.